അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ എബിൾ പോർട്ടൽ ഉണ്ടാക്കണം നോക്കാം. ഇനി എബിൾ പോർട്ടൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ഫ്രീ വൈഫൈസ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ലോഗിൻ പേജ് വരും. ആ ലോഗിൻ പേജിൽ നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് വിക്ടിമിന്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡ്സ് നമുക്ക് കിട്ടും. ഇതിനാണ് എബിൾ പോർട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എബിൾ പോർട്ടൽ എന്താ എന്നുള്ള കാര്യം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ എബിൾ പോർട്ടൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജമ്പർ വയർ വേണം, ഒരു ബ്രെഡ് ബോർഡ് വേണം, ഞാൻ ഒരു 3 ബട്ടൺസ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ESP32 കൂടി വേണം. ESP32 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബോർഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബിൽഡിൽ ESP32 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു OLED ഡിസ്പ്ലേയും വേണം. അടുത്ത ഈ ഒരു സർക്യൂട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പാർട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സർക്യൂട്ട് ഡയഗ്രം അതേമാതിരി കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അത് കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കണക്ഷൻസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ട് കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് നമ്മൾ ഓരോ വയർ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. കണക്ഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം നമ്മൾ PC-യിലേക്ക് നമ്മുടെ ESP32 കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ആർഡിനോ IDയിൽ ഓപ്പൺ ചെയ്തിട്ട് പോർട്ടിൽ COM3 നിങ്ങളുടെ പോർട്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോർഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ESP32 റൂമർ മോഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കോഡ് റൺ ആവാനായിട്ട് നമുക്ക് കുറച്ച് ലൈബ്രറീസ് വേണം. അപ്പോൾ നമ്മുടെ ഈ വൈഫൈയുടെ കാര്യങ്ങളൊക്കെ ESP32 ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേൻ്റെ കുറച്ച് ലൈബ്രറീസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ആഡ്ഫ്രൂട്ടിൻ്റെ 2 ലൈബ്രറീസ് ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് പവർ റീസെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ OLED ഡിസ്പ്ലേ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്ടിം ഫ്രീ വൈഫൈസ് നോക്കി നിൽക്കുമ്പോൾ അവിടെ ഫ്രീ വൈഫൈ നമ്മുടെ കാണാൻ പറ്റും. ആ ഒരു ഫ്രീ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതേമാതിരി ആയിരിക്കും നമ്മുടെ പോർട്ടൽ ഉണ്ടാവുക. ഈ ഒരു പോർട്ടലിനകത്ത് ഇമെയിലും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിക്ടിം അവർ ഇമെയിലും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് ഷോ ഇമെയിലും ഷോ പാസ്വേഡും എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഷോ ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ ഇമെയിൽ കാണാൻ പറ്റും. അവിടെ വിക്ടിം അടിച്ചു കൊടുത്ത ഇമെയിൽ ആയിരിക്കും അവിടെ നമുക്ക് ഷോ ആവുന്നത്. അതേമാതിരി നമ്മൾ ഇനി എടുത്ത് ഷോ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിക്ടിം അടിച്ചിരുന്ന പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് എബിൾ പോർട്ടൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതേമാതിരി ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ആയി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.